ഹലോ എവറിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടം വരെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് വേവ് മോഷൻ ആണ്. നമുക്ക് നോക്കാം. A child conducted an experiment in connection with the transmission of sound in the school science club. A scene during the experiment is illustrated here. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളോട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സയൻസ് ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ ടോപ്പിക്ക്? ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ സൗണ്ടിനെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ആ ഒരു തീമിലായിരുന്നു ആ കുട്ടി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. Place light paper balls inside a long transparent tube closed at one end. Pass a loud sound with uniform frequency through the free end of the tube. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്യൂബ് കാണാം അല്ലെ? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. അതിൽ നിറയെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത നമ്മളുടെ തെർമോകോളിന്റെ ബോൾസ് ഉണ്ടാവില്ലേ, പല കളറിലുള്ള അതുപോലത്തെ കുറച്ച് ബോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളില് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഇതിന്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ സൈഡിലൂടെ നമ്മൾ ഒരേപോലെയുള്ള, അതായത് യൂണിഫോം ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു സൗണ്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത് ഈ സൈഡിലൂടെ. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കാം. The paper balls are seen vibrating back and forth from their equilibrium position. എന്താ സംഭവിച്ചിട്ടുള്ളത്? സൗണ്ട് ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പേപ്പർ ബോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷൻ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സൗണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പേപ്പർ ബോൾസ് എല്ലാം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? പേപ്പർ ബോൾസ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. Without moving the paper balls to the other end, they are found to be close in some regions and apart in some other regions. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഈ സൗണ്ട് വേവ് ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ ചില സ്ഥലത്ത്, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. നോക്ക്, ചില സ്ഥലത്ത് എന്തായിട്ടുള്ളത്? പേപ്പർ ബോൾസ് ഒന്ന് കൂടിയിട്ടുള്ളത് അല്ലെ? നോക്ക്, ക്ലോസ് ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ എന്താ? പേപ്പർ ബോൾസ് കുറച്ചുകൂടി അടുത്താണുള്ളത്. ചില സ്ഥലങ്ങളിലോ പേപ്പർ ബോൾസ് കുറച്ച് ദൂരെയായിട്ടാണുള്ളത് അല്ലെ? ഇതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് എ സ്ലിങ്കി പ്ലേസ്ഡ് ഓൺ എ ടേബിൾ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ സംഭവമാണ് സ്ലിങ്കി എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ടൊക്കെ നിങ്ങൾ കുറെ കളിച്ചിട്ടുണ്ട്. അതായത് നല്ല കളറിലുള്ള നമ്മളെ ചൊറവാളയൊക്കെ ഇല്ല, അതുപോലെ ഉണ്ടാവും കാണാനായിട്ട് ഇത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു രണ്ട് ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു സ്ലിങ്കി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? കംപ്രസ് ആൻഡ് റിലീസ് എ ഫ്യൂ കോയിൽസ് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ലിങ്കി. നോട്ടീസ് ദ ഡിസ്റ്റർബൻസ് ഇൻ ദ സ്ലിങ്കി. എന്താ? ഇവിടെ രണ്ടാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുറേ ഇങ്ങനെയുള്ള ചൊറ പോലെയുള്ള ആൾക്കാരൊക്കെ അടുത്ത് വരും അല്ലേ? ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ലിങ്കി ഇങ്ങനെ കോയിൽസ് ഒക്കെ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം അടുത്ത് വരും. എന്നിട്ട് ഇത് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? എന്താ? ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട്, അത് ഒന്ന് കൈകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഡിസ്റ്റർബൻസ് അല്ലേ അത്? എന്താ ഡിസ്റ്റർബൻസ് എന്ന് പറയാൻ കാരണം എന്താ? ഒന്നുമില്ലാത്ത ഒരു സ്ലിങ്കി, നല്ല സമാധാനത്തിൽ നിൽക്കുന്ന സ്ലിങ്കി ആയിരുന്നു. അന്നേരമാണ് ഇയാള് പോയിട്ട് ഇങ്ങനെ ക്ലോസ്, അതായത് കോയിൽസ് ഇങ്ങനെ അമർത്തി പിടിച്ച്, എന്നിട്ട് വിട്ടപ്പോ എന്ത് ചെയ്ത്? ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ലേ? അതാണ് പറയുന്നത്.
ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ബാക്ക് ആൻഡ് ഫോർത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ 1.8. വാട്ട് ഡു യു ഒബ്സർവ്? ഇനി ഇവിടെ ചെയ്തിട്ടുള്ളത്, ഒരാള് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ അനക്കൊന്നും ചെയ്യാണ്ട് ഒരു കൈ കൊണ്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ എന്ത് ചെയ്ത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഇതിങ്ങനെ തള്ളി വിടാനായിട്ട് തുടങ്ങി. എന്താ ഉള്ളത്? ഇവിടെ ഒരാൾ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പിടിച്ച ആള് ഈ സ്ലിംഗി അല്ലെങ്കിൽ ഈ കോയിലിനെ എന്ത് ചെയ്ത് മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ കുറേ സാധനം എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇവിടെ കുറച്ച് കൂടി നിന്നിട്ട് ഇവിടെ കുറച്ച് ദൂരെ, ഇവിടെ പിന്നെയും കൂടി നിന്നിട്ട് ഇവിടെ പിന്നെയും ദൂരെ ദൂരെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സൈഡിലേക്ക് പോകുന്നുണ്ട് അല്ലെ? ഇതാ നോക്ക്, ഡോണ്ട് യു സീ ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിങ്കി മൂവിങ് ഫ്രം വൺ എൻഡ് ടു ദി അതർ അല്ലെ? ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ഇവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസ് ഇവിടെ നിന്ന് എവിടത്തേക്കാ മൂവ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? Are the coils in the slinky moving towards the other end along with the disturbance? എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റർബൻസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ഇവിടെയുള്ള ഈ കോയില് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇവിടെയുള്ള കോയിൽ ഇവിടത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഈ കോയില് അടുത്ത കോയിലിലേക്ക് ഈ ഡിസ്റ്റർബൻസ് കൊടുത്ത്, ആ ഡിസ്റ്റർബൻസ് മറ്റേ കോയിലിലേക്ക് കൊടുത്ത്, അങ്ങനെ അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് അല്ലെ? ഇല്ലാണ്ട് ഇവിടെയുള്ള കോയിൽ ഇപ്പുറം പോയി നിൽക്കുന്നുണ്ടോ? ഇല്ല. ആകെ ഡിസ്റ്റർബൻസ് മാത്രമാണ് ഈ ഒരു കോയിലിലൂടെ മൂവ് ചെയ്യുന്നുള്ളൂ അല്ലെ? ആ, it is seen that the disturbance formed in one part of the slingy spreads to the other parts without any displacement of the coil. Yes, ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടെ എന്താ, ഡിസ്റ്റർബൻസ് മാത്രം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ കോയില് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Here, the energy received in one part of the medium spreads to the other parts by transferring it to the adjacent part and so on. Yes, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ ഇവിടെ ഒരു എനർജി ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ എനർജി ഇങ്ങനെ കുറേ ഇങ്ങനെ, ഇതൊക്കെ കോയിലാന്ന് വിചാരിക്കുക, ഈ ഡോട്ട്സ് ഒക്കെ കോയിലാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കോയിലിനെ, ഏത് കോയില്? ഈ ഒരു കോയിലിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഇതിനൊരു എനർജി കിട്ടിയല്ലോ. അപ്പൊ ഈ എനർജി ഇതിന് കൊടുക്കും. എന്നിട്ട് ഇതിന് കിട്ടിയ എനർജി ഏതിന് കൊടുക്കും? ഇതിന് കൊടുക്കും. അങ്ങനെ തൊട്ടടുത്തുള്ളതിന് ഇങ്ങനെ കൊടുത്ത് 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 ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഭാഗത്ത് കിട്ടിയിട്ടുള്ള എനർജി മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? അതിന്റെ തൊട്ടടുത്തുള്ള ബാക്കി ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് എത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഹിയർ ദ എനർജി റിസീവ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം സ്പ്രെഡ്സ് ടു ദി other parts by transferring it to the adjacent parts and so on. Wave motion is one of the modes of transfer of energy from one part of the medium to another. അപ്പൊ ഇതാണ് എന്തെന്ന്? വേവ് മോഷൻ. എന്താ വേവ് മോഷൻ? എന്താ? വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അതായത് മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാ, ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ മോഡ് ഉണ്ട്. ഒന്നെന്നാ, റോഡ് വേ ഉണ്ട് അല്ലെ? റോഡിലൂടെ പോവാം. രണ്ടാമത് എന്നാ, വാട്ടർ ഉണ്ട് അല്ലെ? വാട്ടറിലൂടെ പോവാ, ഷിപ്പിലൂടെയൊക്കെ പോവാ. പിന്നെ മൂന്നാമത് എന്തെന്നാ, എയർവേസ് ഉണ്ട് അല്ലെ? എന്താ, പ്ലെയിനിലൂടെയൊക്കെ പോവാം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇത്രയും മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേവിന്, അതായത് എനർജി ഇല്ലേ, എനർജിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് എന്തെന്ന്? വേവ് മോഷൻ. മനസ്സിലായിനോ? എന്താ? എനർജിക്ക് ട്രാൻസ്ഫർ ചെയ്യാനാവുന്ന ഒരു മോഡാണ് വേവ് മോഷൻ. അപ്പൊ വേവ് മോഷൻ എന്തെന്നാ? ഒരു ഭാഗത്തുള്ള എനർജീനെ മറ്റേ ഭാഗത്തേക്ക് എത്തിക്കാനാവുന്ന ഒരു മോഡ് ഓഫ്
മോഡ് ഓഫ് എന്താ ട്രാൻസ്ഫർ ആണ്. മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് വേവ് മോഷൻ. ഒരു ഭാഗത്ത് നിന്നും വേറൊരു ഭാഗത്തേക്ക് എനർജീനെ എത്തിക്കാനാവുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നോട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചോ. എന്താ? വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് transfer of energy from one part of the medium to other part. The continuous propagation of energy from one part to the other parts through oscillation is called wave motion. മനസ്സിലായില്ല? എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇവിടെ എന്താ? എനർജി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറയുന്നതും ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നതും ഏകദേശം സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വേവ് മോഷനിൽ സംഭവിക്കുന്നത്? എനർജീനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു ഭാഗത്ത് നിന്നും വേറൊരു ഭാഗത്തിലേക്ക് എനർജീനെ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ഏത് രീതിയില്? ഓസിലേഷൻ എന്തായിരുന്നു? ബേക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ പോകുന്നത് അല്ലെ, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ച് ബേക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായിട്ടില്ലേ അല്ലെ? അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വണ്, സം എക്സാമ്പിൾസ് ഓഫ് വേവ്സ് ആർ ഗിവൺ. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാംസിന് ചോദിക്കും കുറച്ച് വേവിന്റെ എക്സാമ്പിൾസ് എഴുതുന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏതൊക്കെ എഴുതാ? റേഡിയോ വേവ്, സീസ്മിക് വേവ്, ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, റിപ്പിൾസ് ഓൺ ദി സർഫേസ് ഓഫ് വാട്ടർ. ഇത്രയും എക്സാമ്പിൾ നിങ്ങൾക്ക് വേവിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കും എന്ത്? ഈ എല്ലാ വേവും ഒരുപോലെയാണോ എന്ന് ചോദിക്കും. ഒരുപോലെ ഇൻ ദ സെൻസ്, അതായത് ചില വേവിന് മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. അതായത് ചില വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ചില വേവിനോ മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. എങ്ങനെയാണ്? ചില വേവിന് എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ചില വേവിന് മീഡിയത്തിന്റെ ആവശ്യമില്ല. അതായത് ചിലതിന് വാക്വത്തിലൂടെയൊക്കെ സഞ്ചരിക്കാനായിട്ടാവും. വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? നോ മീഡിയം ആണ് അല്ലെ. വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഉണ്ടോ? ഇല്ല. ചിലതിന് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില വേവിന് മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്, ചില വേവിനോ മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ രണ്ടാക്കി ടേബിള് തിരിച്ചിട്ടുണ്ട് അല്ലെ. വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷനും വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷനും. അപ്പൊ ഇവിടെ നോക്ക്, ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള എന്തെന്നാ? റേഡിയോ വേവ്. റേഡിയോ വേവിന് എന്താവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. നോക്ക്, വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. റേഡിയോ വേവിന് എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. പക്ഷെ സീസ്മിക് വേവിനെ നോക്ക്, സീസ്മിക് വേവിന് എന്തിന്റെ ആവശ്യമുണ്ട്? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. ആർക്ക്? സീസ്മിക് വേവ്. സീസ്മിക് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഏർത്ത് ക്വേക്കൊക്കെ ഉണ്ടാവില്ലേ, ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഭൂമിന്റെ ക്രസ്റ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു വേവ് ആണ് സീസ്മിക് വേവ് കേട്ടോ. അപ്പൊ അതിന് എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. ഇനി അടുത്തത് ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ് എങ്ങനെയാ? ലൈറ്റ് വേവിന് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ലൈറ്റ് വേവിന് എന്തില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് വൺ ഏതാ? സൗണ്ട് വേവ്. സൗണ്ടിന് എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. സൗണ്ടിന് മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. റിപ്പിൾസ് ഓൺ ദി സർഫേസ് ഓഫ് വാട്ടർ, അതിനും എന്തുണ്ട്? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ. റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പുഴയിലൊക്കെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഓളങ്ങൾ വരുന്ന കാണാം അല്ലെ. അതിനാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്തിനൊക്കെ ആവശ്യമുണ്ട്? സീസ്മിക് വേവിനും സൗണ്ട് വേവിനും റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടറിനും മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. എന്തിന്? ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ റേഡിയോ വേവ്സിനും ലൈറ്റ് വേവ്സിനും എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഇത് മനസ്സിലായിട്ടില്ലേ അല്ലെ? ഇനി നെക്സ്റ്റ് വണ്,
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വേവ് ആണ്. അതിൽ ആരൊക്കെയാ ഉള്ളത് നോക്കാം. ആരൊക്കെയാ ഉള്ളത്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേസ്, ഗാമ റേസ്. ഇവരൊക്കെ ഉള്ളതാണ് ആര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിള്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇതൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മനസ്സിലായിനാ? എന്താ ഇപ്പൊ നിങ്ങളോട് ചോദിച്ച് അൾട്രാ വയലറ്റ് റേസ് എന്ന് തന്നെ, എന്നിട്ട് നിങ്ങളോട് ചോദിച്ച് അൾട്രാ വയലറ്റ് റേസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇല്ല, അൾട്രാ വയലറ്റ് റേസിന് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. കാരണം അൾട്രാ വയലറ്റ് റേസ് ഏത് വേവിലെ പെട്ടതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താ, അതിന് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? ഇത്രയും റേസ് ഇമ്പോർട്ടൻ്റ് ആട്ടാ. ഗാമ റേ വരെ ഉള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാ ഉള്ളതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഇനി നോക്ക്, മെക്കാനിക്കൽ വേവ് ഉണ്ട്. മെക്കാനിക്കൽ വേവ് ഉണ്ട്. മെക്കാനിക്കൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? റിക്വയേഴ്സ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. എന്താ? മെക്കാനിക്കൽ വേവിന് മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. മീഡിയം നീഡഡ് ആണ്. മീഡിയം നീഡഡ് ആണ് മെക്കാനിക്കൽ വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവോ നോ മീഡിയം റിക്വയർഡ് അല്ലെ? നോ മീഡിയം റിക്വയർഡ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. പക്ഷെ മെക്കാനിക്കൽ വേവ് എന്തെന്നാ? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമുക്ക് വേണമെങ്കിൽ നോൺ മെക്കാനിക്കൽ എന്ന് പറയാം ട്ടാ. നോൺ മെക്കാനിക്കൽ വേവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതെന്തായിരിക്കും? നോൺ മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കൽ വേവ് എന്തെന്നാ? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. എന്തിനു വേണ്ടി? ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. ഓക്കെ, മെക്കാനിക്കൽ വേവ് എത്ര തരമുണ്ട്? 2 തരമുണ്ട്. 2 ടൈപ്സ് ആണ്. ഏതൊക്കെയാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. മെക്കാനിക്കൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടി മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. 2 ടൈപ്പിലാണ് മെക്കാനിക്കൽ വേവ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ നമുക്ക് ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നോക്കാം. Longitudinal wave in figure 1.8b, did the coils in the slinky move parallel or perpendicular to the direction of propagation of the wave? എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളുടെ നേരത്തെ ഒരു ചിത്രമുണ്ട് അല്ലെ? ഇത് 1.8 ഫിഗറില് ഇവിടെ ഈ കോയിലില്ല. ഈ കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റാ എന്നുള്ള പോലത്തെ ആ കോയില് മൂവ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. പാരലൽ എങ്ങനെയാ? പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വളഞ്ഞു വന്നാണ് നേരെ ഇങ്ങനെ പാരലൽ ഇങ്ങനെ. പെർപെൻഡിക്കുലർ എങ്ങനെയാ? ഇങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അല്ലെ ഇങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഇത് ഈ ഒരു ചിത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കാം. എന്നിട്ടൊന്ന് നോക്കി നോക്ക്, പാരലൽ ആയിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ മൂവ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാ മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇൻ ഫിഗർ 18.b, ഡിഡ് ദ കോയിൽസ് ഇൻ ദ സ്ലിങ്കി മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്? എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ?
ഈ വേവ് എങ്ങോട്ടേക്കാ? വേവ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെ? നമ്മളുടെ ഈ സ്ലിങ്കി ഇല്ലേ, ഇങ്ങനെയുള്ള സാധനത്തിന്റെ വേവ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. സോറി, പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഇതും എങ്ങോട്ടേക്ക് തന്നെയാ? ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെയല്ലേ പോകുന്നത്? ഇതിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ടൈപ്പ് വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കാം. ഒന്നുകൂടി നോക്കിക്കോ. Longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of the wave. ഇത് നന്നായിട്ട് ഓർമ്മിച്ചു വെക്കുക. എന്താണ് നമ്മളുടെ പാർട്ടിക്കിൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. എന്തിന്? പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. എങ്ങനെയാ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സില് പാർട്ടിക്കിള് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനല് എൽ ഉണ്ട്, പാരലല്ലും എന്തുണ്ട്? പാരലല്ലോ എൽ ഉണ്ട്. അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ എൽ ഉണ്ട്, പാരലല് എൽ ഉണ്ട്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനല് പാർട്ടിക്കിൾസ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണ്. അതായത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് ഇങ്ങനെയാ പോകുന്നതെങ്കിൽ പാർട്ടിക്കിൾ എങ്ങനെയാ പോകുന്നത്? ഇതിന് പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും. ഓർമ്മിച്ച് വെച്ചോളെ. എങ്ങനെയാണ്? വേവ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വേവിന് പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും ആരും പോകുന്നുണ്ടാവുക? പാർട്ടിക്കിളും പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ് വിളിക്കുക. Longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of the wave. ഇപ്പൊ തന്നെ പഠിച്ചോട്ടെ. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ പാർട്ടിക്കിള് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവിന് പാരലൽ ആയിട്ടായിരിക്കും പോവാന്ന് പഠിച്ചോ. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താ? ട്യൂണിങ് ഫോർക്ക് അല്ലെ? ട്യൂണിങ് ഫോർക്ക് ബീറ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് കുറെ എന്തൊക്കെയോ സംഭവം വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്ക്. ഇവിടെ കുറച്ച് കൂടിയ ഭാഗം അല്ലെ? ഇവിടെ കുറച്ച് അടുത്തുള്ള പോലെ ഉണ്ട്. ഇവിടെയോ കുറച്ച് ഗ്യാപ്പ്, പിന്നെയും കുറച്ച് അടുപ്പ്, പിന്നെയും കുറച്ച് ഗ്യാപ്പ്, പിന്നെയും അടുത്ത് ഗ്യാപ്പ്, അങ്ങനെ അങ്ങനെ കാണുന്നില്ലേ? ഈ അടുത്ത ഭാഗം കൊണ്ട് കുറച്ച് ക്ലോസ് അല്ലാത്ത ഭാഗമുണ്ട് അല്ലെ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. In figure 1.9, as the prongs of the tuning fork moves from the equilibrium position to the side A, the air pressure on that side increases or decreases. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ എന്താ ഉള്ളത് നോക്ക്. ഈ എ എന്നുള്ള ഭാഗത്ത്, അതായത് എ എന്നുള്ള ഭാഗത്ത് ഇവിടെ എയർ പ്രഷർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ എന്നാ ചോദിക്കുന്നത്. എന്തായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും അല്ലെ? ഇവിടെ എന്താ ഉള്ളത്? അടുത്താണ് ഉള്ളത് അല്ലെ? അടുത്താകുമ്പോ ഇവിടെ എന്താ? ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതൽ ആയിരിക്കും അല്ലെ? ഓക്കെ, വാട്ട് അബൌട്ട് ദ എയർ പ്രഷർ ഓൺ സൈഡ് എ വെൻ ദ സെയിം പ്രോങ്സ് മൂവ് ടു സൈഡ് ബി? എന്തായിരിക്കും? എ എന്നുള്ളത് ബിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ അടുത്തും ദൂരെയും ഇങ്ങനത്തെ വരും അല്ലെ? When the prongs of the tuning fork vibrate continuously are in the regions of high and low pressure formed intermittently in the air. എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് നമ്മളുടെ ഈ ഒരു ചിത്രത്തിലെ ഈ ട്യൂണിംഗ് ഫോർക്ക് ബാക്കോട്ട് മുന്നോട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള റീജിയനും കുറവ് ക്ലോസ് ആയിട്ടുള്ള റീജിയൻസും ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള റീജിയൻസിനെ നമ്മൾ വിളിക്കുക കംപ്രഷൻസ് എന്നാ. എന്താ വിളിക്കുക? കംപ്രഷൻസ്.
അതായത് ഇങ്ങനെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള റീജിയനെ നമ്മൾ വിളിക്കുക കംപ്രഷൻസ് എന്ന്. ഇങ്ങനെ ക്ലോസ് അല്ല, കുറച്ച് ദൂരോട്ടാണ് എന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക റെയർഫാക്ഷൻസ് എന്ന. എന്താ വിളിക്കുക? റെയറിഫാക്ഷൻസ്. റെയറിഫാക്ഷൻസ്. റെയറിഫാക്ഷൻസ് കംപ്രഷനും. അതായത് കൂടുതൽ ക്ലോസ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കും. ഇച്ചിരി ദൂരോട്ട്, അതായത് ഇത്ര ക്ലോസ് അല്ല എങ്കിൽ റെയറിഫാക്ഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആയിനാ? ഇനി നെക്സ്റ്റ് വൺ നോക്കാം. എന്താ? കമ്പയർ ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ലിങ്കി വിത്ത് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻ ദ എയർ. അതായത് സ്ലിങ്കിയിലുള്ളയും ട്യൂണിംഗ് ഫോർക്കിലുള്ളയും വേവ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. Sound from a source creates continuous and regular pressure variations in the air. എന്താണ്? അതായത് ഒരു സോഴ്സിൽ നിന്ന് സൗണ്ട് വരികയാണെങ്കിൽ അത് എന്തിന് കാരണമാവും? അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രഷർ വേരിയേഷൻ, നമ്മളുടെ എയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രഷർ വേരിയേഷൻസ് ഉണ്ടാക്കും. A region of high pressure is created where distance between the air molecule decreases. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താ കംപ്രഷൻസും റെയർഫാക്ഷൻസും ഉണ്ട്. കംപ്രഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത്, റെയർഫാക്ഷൻസ് കുറച്ച് ദൂരോട്ട്, പിന്നെയും കംപ്രഷൻസ്, പിന്നെ റെയർഫാക്ഷൻസ് ഇങ്ങനെ. അതായത് ഇവിടെ നിങ്ങൾ നോക്ക്, കംപ്രഷൻ സംഭവിക്കുന്ന ഭാഗത്ത് പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെയോ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലെ? അതന്നെയാണ് ഇവിടെ പറയുന്നത്. എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വേർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾ ഡിക്രീസസ്. ഇവിടെ നോക്ക്, ഇവിടെ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കുറവായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? കംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും ഇത്. ഹൈ പ്രഷർ ആയിരിക്കും. ഇവിടെയോ? ഇവിടെ എങ്ങനെയാണുള്ളത്? പാർട്ടിക്കിൾസ് ഒക്കെ എന്താ ദൂരോട്ടാണുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് റാരിഫാക്ഷൻസ് എന്ന് അല്ലെ? റാരിഫാക്ഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻ. ഏത് റീജിയൻ? ഇങ്ങനെയുള്ള ഹൈ പ്രഷർ ആയിട്ടുള്ള റീജിയൻ വേർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ക്ലോസർ ആയിരിക്കും അല്ലെ? സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻ. സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ആൻഡ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് കോൾഡ് റാരിഫാക്ഷൻസ്. ലോ പ്രഷർ റീജിയനെ റാരിഫാക്ഷൻസ് എന്ന് വിളിക്കും. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. Sound travels through a medium forming alternating compression and rarefaction. മനസ്സിലായോ? എന്താണ്? നമ്മളുടെ സൗണ്ട് അല്ലേ കടത്തി വിട്ടത് ആ ട്യൂബിലൂടെ. അപ്പൊ ട്യൂബിലൂടെ കടത്തി വിട്ടപ്പോ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്തത്? അയ്യ, പേപ്പർ ബോൾസ് ഒക്കെ കുറെ അടുത്തും കുറച്ച് ഇങ്ങനെയും പിന്നെയും കുറെ അടുത്ത്, ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ സൗണ്ട് വേവിന് എന്ത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. സൗണ്ട് വേവ്സ് എന്ത് വേവ് ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അത് ഓർമ്മിച്ച് വെക്കണേ. അതായത് സൗണ്ട് വേവ് എന്ത് ടൈപ്പാണ്? സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്തായിരുന്നു? പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? പാർട്ടിക്കിൾസ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. സൗണ്ട് വേവ് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനുള്ള എക്സാമ്പിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഹൈ പ്രഷർ റീജിയനും ഉണ്ടാവും, ലോ പ്രഷർ റീജിയനും ഉണ്ടാവും. ഹൈ പ്രഷർ റീജിയനെ നമ്മൾ കംപ്രഷൻസ് എന്ന് വിളിക്കും. ലോ പ്രഷർ റീജിയനെ നമ്മൾ റാരിഫാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ് ഒക്കെ നന്നായിട്ട് വൃത്തിയിൽ നോട്ട്സ് ഒക്കെ എഴുതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കട്ടോ. അപ്പൊ താങ്ക് യു.